അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധവിമാനങ്ങൾ യാതൊരു വെല്ലുവിളിയുമില്ലാതെ വിഹരിച്ചിരുന്ന ഇറാന്റെ ആകാശത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യോമസേനകളുടെ ഒരു എയർ ഷോ പോലെ ഇറാൻകാർ നോക്കിക്കണ്ടിരുന്ന ഇറാന്റെ ആകാശത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അപ്രതീക്ഷിത നീക്കങ്ങളാണ്. തങ്ങളുടെ വ്യോമപാതയിലെ വിദേശ ആധിപത്യത്തിന് ആദ്യത്തെ പ്രഹരം നൽകിക്കൊണ്ട് അമേരിക്കയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനത്തെ ഇറാൻ ആക്രമിച്ചു വീഴ്ത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ ലോകത്തെ നടുക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 2:50 അമേരിക്കൻ വിമാനത്തെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ആക്രമിച്ചതെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നു. ഇതിന്റെ ഒരു ഇൻഫ്രാറെഡ് വീഡിയോയും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി ഇറാനുമേൽ പോരാട്ടം നടത്തുകയായിരുന്ന F-35 വിമാനം പശ്ചിമേഷ്യയിലെ ഒരു US താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പൈലറ്റ് സുരക്ഷിതനാണെന്നും അന്വേഷണം നടക്കുകയാണെന്നുമുള്ള ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറയുന്നുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധം പൂർണ്ണമായി തകർത്തുവെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് അവകാശപ്പെടുന്നതിനിടയിലാണ് ഈ ഒരു തിരിച്ചടി എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമായിട്ടുള്ള ഇറാന്റെ സൗത്ത് പാർട്സ് വാതകപാടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് ഈ പുതിയ യുദ്ധമുഖം ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇതിന് മറുപടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരുന്നു. ഖത്തറിലെ റാസ് ലഫാൻ, കുവൈത്തിലെ മീന അൽ അഹമ്മദി, UAE-യിലെ ഹബ്ഷാൻ, സൗദി അറേബ്യയിലെ സാംറഫ് തുടങ്ങിയ പ്രതിരോധ എണ്ണശാലകളിലെല്ലാം തന്നെ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടായി. ഖത്തറിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കുവൈത്തിൽ എണ്ണശാലകളിൽ തീപിടുത്തമുണ്ടായി. ഈ ആക്രമണങ്ങളിൽ ആഗോള ഊർജ്ജ വിപണിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അസംസ്കൃത എണ്ണവില ഒറ്റയടിക്ക് ബാരലിന് $110 മുകളിലേക്ക് കുതിച്ചുയർന്നു. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായി രംഗത്തെത്തി കഴിഞ്ഞു. അതേസമയം എണ്ണ ടാങ്കറുകൾക്ക് സുരക്ഷയൊരുക്കാനും ഇറാന്റെ നീക്കങ്ങൾക്ക് തടയിടാനുമായി ഗൾഫ് രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് സൈനികരെ അധികമായി വിന്യസിക്കാനും അമേരിക്കൻ ഭരണകൂടം ഇതിനോടകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. വിദേശ യുദ്ധവിമാനങ്ങൾക്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ കടന്നുവരാൻ കഴിഞ്ഞിരുന്ന ഇറാന്റെ വ്യോമപാത ഇനി പഴയതുപോലെ ആയിരിക്കില്ല. $100 ദശലക്ഷം വില വരുന്ന അമേരിക്കയുടെ ഏറ്റവും മികച്ച പോർ വിമാനത്തിന്റെ പ്രതിരോധം ഭേദിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്കെതിരെയുള്ള അവരുടെ ആദ്യത്തെ വലിയ സൈനിക വിജയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കേരള.